जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा। ओम विष्णुपदाय कृष्णपक्षाय भूतले श्रीमदे भक्ति वेदांत स्वामी इति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഇപ്പോ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 16 നമ്മള് 15 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് 16-ല് 15 ശ്ലോകം വരെയാണ് വായിച്ചു നിർത്തിയിരിക്കുന്നത്. 16-15 വരെ. 16-ൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതിനു മുന്നേ ഗോപാൽ പ്രഭു ഉണ്ടെങ്കിൽ ഇതുവരെ അത് കഴിഞ്ഞ ദിവസം കുറച്ച് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു വായിച്ചതിനെ. ഞാനത് വായിച്ചു തീർന്നില്ല ഒരു മേ ബി അടുത്ത ദിവസം കൂടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് ഇതിനൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് സംസാരിക്കാം. അതെ, 16 കുറച്ചും കൂടി എളുപ്പമായിട്ട് ഒരു കഥ പോലെ നമുക്ക് ഇത് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ പിന്നെ പ്രഭുവിനോട് ചോദിക്കാൻ എന്താ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഇതുണ്ടല്ലോ പ്രഭു, ഒരു 15-27 അതുവരെ ഉള്ളൂ. 15-ല് 27-ാമത്തെ ശ്ലോകം, പേജ് 588. കണ്ടിരുന്നോ പ്രഭു? ഹരേ കൃഷ്ണ ഗോപാൽ പ്രഭു. പറഞ്ഞിരുന്നു പ്രഭു. 588 പേജില് ഒരു ഡിസ്കഷൻ വന്നിരുന്നു. പേജ്, അതായത് കഴിഞ്ഞ ഇതില്. പ്രഭുവിന് ബുക്ക് നോക്കാൻ പറ്റുമോ ഇപ്പൊ? എനിക്ക് 2 മിനിറ്റ് തരും, ഞാൻ ബുക്ക് ഒന്ന് എടുക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പ്രഭു. അത് പിന്നെ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആവട്ടെ, കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ആവാം, കുഴപ്പമില്ല. നമുക്കപ്പോ 16-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 16-ാമത്തെ അധ്യായം 16-ാമത്തെ ശ്ലോകം മാറി മാറി വായിക്കാം. ഒരു 4 ശ്ലോകം അല്ലെങ്കിൽ 3-4 ശ്ലോകം ഒരാൾ വായിക്കാം. ഹരേ കൃഷ്ണ. തുടങ്ങണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരിബോൾ. ഹരേ കൃഷ്ണ പ്രഭു, പറയുമ്പോൾ ശ്രീ ചൈതന്യ ചരിതാമൃതം മഹാപ്രഭുവിന്റെ കൈശ്വര്യ ലീലകൾ, ശ്ലോകം 16, അധ്യായം 16, ശ്ലോകം 16. താൻഡ്ര ഇച്ഛാ പ്രഭു സംഗേ നവദ്വീപേ വസി പ്രഭു ആജ്ഞാദില തുമേ യാവോ വാരണാസി. വിവർത്തനം ശീലപ്രഭാതിക്ക്. തപനമിശ്രൻ മഹാപ്രഭുവിനോടൊപ്പം നവദ്വീപ് ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ മഹാപ്രഭു അദ്ദേഹത്തോട് വാരണാസിയിലേക്ക്, അതായത് ബനാറസിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. ശ്ലോകം 17. താഹാൻ ആമാ സംഗേ തൊമാര ഹബേ ദർശന ആജ്ഞാപാന മിശ്ര കൈല കാശീദേ ഗമന. വിവർത്തനം ശീലപ്രഭാതിക്ക്. വാരണാസിയിൽ വെച്ച് വീണ്ടും സന്ധിക്കാമെന്ന് മഹാപ്രഭു തപനമിശ്രയ്ക്ക് ഉറപ്പ് നൽകിയതോടെ തപനമിശ്ര അവിടേക്ക് പോയി. ശ്ലോകം 18. പ്രഭുര അതർ ക്രീലീല ഭുഞ്ജീതേ നാപാരി സ്വസംഗ ചാടായ കേന പാഠായ കാശീപുരി.
വിവർത്തനം ചെയ്ത പ്രഭാതിക്ക്. ചൈതന്യ മഹാപ്രഭുവിന്റെ അചിന്ത്യമായ ലീലകൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം തപന മിശ്ര അവിടത്തോടൊപ്പം നവദ്വീപിൽ വസിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും മഹാപ്രഭു അദ്ദേഹത്തോട് വാരണാസിയിലേക്ക് പോകാൻ ഉപദേശിച്ചു. ഭാവാർത്ഥം ശീല പ്രഭാതിക്ക് ജയ്. തപന മിശ്രം കണ്ടുമുട്ടുമ്പോൾ ചൈതന്യ മഹാപ്രഭു ഗ്രസ്താശ്രമത്തിലായിരുന്നു. ഭാവിയിൽ അവിടുന്ന് സന്യാസം സ്വീകരിക്കുമെന്നതിന് അന്ന് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. പക്ഷേ തപന മിശ്രയോട് വാരണാസിയിലേക്ക് പോകാൻ പറഞ്ഞതിലൂടെ ഭഗവാൻ ഭാവിയിൽ സന്യാസം സ്വീകരിക്കുമെന്നും സനാതന ഗോസ്വാമിയെ പഠിപ്പിക്കുമെന്നും അപ്പോൾ തപന മിശ്രയ്ക്കും ജീവിതത്തിന്റെ ലക്ഷ്യവും അത് നേടാനുള്ള പ്രക്രിയയും പഠിക്കാൻ അവസരം ലഭിക്കുമെന്നും സൂചിപ്പിക്കുകയായിരുന്നു. ശ്ലോകം 19. യേ മദഭംഗേര ലോകേര കൈല മഹാഹിത നാമാദിയ ഭക്ത കൈല പാഠായ പണ്ഡിത. വിവർത്തനം ശീല പ്രഭാതിക്ക്. ഇപ്രകാരം മഹാപ്രഭു പൂർവ ബംഗാളിലെ ജനങ്ങൾക്ക് മഹാഹിതം ചെയ്തുകൊണ്ട് ഹരിനാമം നൽകി അവരെ ഭക്തരാക്കുകയും ശിക്ഷണം നൽകി പണ്ഡിതന്മാരാക്കുകയും ചെയ്തു. ഭാവാർത്ഥം ശീല പ്രഭാതിക്ക് ജയ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലടികൾ പിന്തുടർന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം വിതരണം നടത്തുകയും അവരെ ജപിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രധാന ലോകഭാഷകളിലും തർജ്ജമ ചെയ്ത ഞങ്ങൾ ലോക ജനതയ്ക്ക് വിതരണം ചെയ്യുന്നത് നിരുപമായ സാഹിത്യ നിധികളെയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ ഈ ഗ്രന്ഥങ്ങൾ ധാരാളമായി വിൽക്കപ്പെടുകയും ജനങ്ങൾ ആഹ്ലാദപൂർവ്വം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ചെയ്യുന്നു. ചൈതന്യ സമ്പ്രദായത്തിന്റെ പ്രചാരണ പ്രക്രിയ ഇതാണ്. ഈ സമ്പ്രദായം ലോകമെങ്ങും പ്രചരിപ്പിക്കണമെന്ന് മഹാപ്രഭു ആഗ്രഹിച്ചതിനാൽ അവിടുത്തെ ദർശനങ്ങൾ ലോകത്തിൽ മുഴുവൻ പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളെ സഫലമാക്കാൻ അന്താരാഷ്ട്ര കൃഷ്ണാഭവ സമിതി വിനയപൂർവ്വം പ്രവർത്തിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരിബോൾ. ഇത്ര വായിച്ചതിൽ എന്തെങ്കിലും 4 എന്തെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭു, കേൾക്കാം. സോ കുറച്ച് 2 ദിവസത്തെ ഇതായിപ്പോയി, ബ്രേക്ക് ആയിപ്പോയി. അപ്പോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം പ്രഭു, കേൾക്കാം. സോ ഈ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് വന്നിട്ട് ഹരിനാമം അല്ലെ, ഇതിന്റെ ട്രാൻസ്ലേഷൻ നോക്കിയാൽ അറിയാം. 2 കാര്യമാണ് ചൈതന്യ മഹാപ്രഭു പൂർവ്വ ബംഗാളിൽ ആരംഭിച്ചത്. ഒന്ന് ഹരിനാമം, ചാന്റിങ്, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ജപം. പിന്നെ രണ്ടാമത് അവർക്ക് ജ്ഞാനം കൊടുക്കുന്നത് അല്ലെ, ജ്ഞാനം കൊടുത്ത് അവരെ പണ്ഡിതന്മാരാക്കി. 2 ഇമ്പോർട്ടന്റ് ആണ്. സോ എന്ത് ജ്ഞാനമാണ് ചൈതന്യ മഹാപ്രഭു കൊടുക്കുന്നത്? എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്? ഭഗവാനെ ഭക്തി. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഭഗവത്ഗീതയിലുള്ള ജ്ഞാനം ഏതാണ് പ്രധാനമായിട്ട്? ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം. അതെന്താണ് അതീന്ദ്രിയ ജ്ഞാനം? ഞാൻ ശരീരമല്ല, ആത്മാവാണ്, ഞാൻ ഭഗവാന്റെ അംശമാണ്. ഹരേ കൃഷ്ണ. അപ്പോ ഇതിനെ തന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാല് സംബന്ധജ്ഞാനം എന്ന് പറയും. റൈറ്റ്? ഒരു ട്രയാങ്കിള് ഓർമ്മയുണ്ടോ? ഭഗവത്ഗീത ട്രയാങ്കിള്. ഭഗവാൻ, ജീവാത്മാവ്, ഭൗതിക പ്രകൃതി. അതെ. അപ്പൊ ഇത് തമ്മിലുള്ള ഭഗവാനും നമ്മളും തമ്മില്, നമ്മളും പ്രകൃതിയും തമ്മില്, ഭഗവാനും പ്രകൃതിയും തമ്മില് ഈ ബന്ധത്തിനെയാണ് സംബന്ധജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, ഈ പ്രകൃതി എന്താണ്. പൊതുവെ നമുക്ക് ഈ 3 കാര്യങ്ങളും ഒരു ബദ്ധാത്മാവിനെ അറിയില്ല അല്ലെ. ഞാൻ ആരാണെന്ന് അറിയില്ല, ഞാൻ ഈ ശരീരമാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അതനുസരിച്ചാണ് ജീവിക്കുന്നതും. റൈറ്റ്?
പിന്നെ അത് കൂടാതെ പ്രകൃതിയെക്കുറിച്ചും ഈ ലോകം വന്നിട്ട് നിത്യമാണെന്നാണ് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മാത്രമല്ല അത് എന്റെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയാണ്, എനിക്ക് എൻജോയ്മെന്റിന് വേണ്ടിയാണ്. അല്ലെ, ലോകം ഒരു വലിയ Amazon.com ആണെന്നാണ് ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്യുന്നു, അത് കിട്ടും. അഫ്കോഴ്സ് ആമസോണിൽ പോലെ തന്നെ ലോകത്തിൽ നമ്മൾ കയ്യിൽ കാശുണ്ടെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കണം, അല്ലെ, പരിശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോ നമ്മൾ പരിശ്രമിക്കുന്നു, അതിന് ഫലം പരിശ്രമിച്ച് കയ്യിൽ വെൽത്ത് ഉണ്ടെങ്കിൽ, ധനമുണ്ടെങ്കിൽ നമുക്ക് ആമസോണിലായാലും ലോകത്തിലായാലും സാധനങ്ങൾ മേടിച്ച് നമുക്ക് ഇന്ദ്രിയ സുഖം അനുഭവിക്കാം. പിന്നെ ഒരു ദിവസം മരിച്ചു പോകും. അത് കഴിഞ്ഞ് പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും ധാരണയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അറിയാത്ത കാര്യത്തെക്കുറിച്ച്, നമുക്ക് കൺട്രോൾ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ജീവിച്ചു പോവുക, അല്ലെ. ഇതാണല്ലോ ഭൗതിക ലോകത്തിലെ സിദ്ധാന്തം, ശരിയല്ലേ? നോർമലി നടക്കുന്നത്. നോർമലി നടക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും അറിയില്ല. നമ്മൾ ആരാണെന്ന് അറിയില്ല. അല്ലെ, നമ്മൾ ആരാണെന്ന് അറിയില്ല. പിന്നെ പ്രകൃതി എന്താണെന്ന് ശരിക്കറിയില്ല. പിന്നെ ഈശ്വരനെ കുറിച്ച് പറയേ വേണ്ട. ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് ഇവിടെ ചൈതന്യ മഹാപ്രഭു എന്താണ് പറയുന്നത്? മഹാപ്രഭു ജനങ്ങളെ പണ്ഡിതന്മാരാക്കി എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മെയിനായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുക. നമ്മൾ ആരാണെന്നും ഈശ്വരൻ ആരാണെന്നും പ്രകൃതി എന്താണെന്നും മനസ്സിലാക്കിയ ശേഷം നമ്മൾ പുറമെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ട, വേണ്ട ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിലൊന്നും മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഈ അറിവോടെ ചെയ്യുമ്പോൾ ആ ഒരു അവബോധം മാറും. നമ്മൾ ലക്ഷ്യം, നമുക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് അറിയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. സോ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? സംബന്ധജ്ഞാനം നമുക്ക് കിട്ടുന്ന സമയത്ത് ശരി, അതായത് എനിക്ക് ഈശ്വരനുമായിട്ടാണ്, ഭഗവാനുമായിട്ടാണ് എൻ്റെ യഥാർത്ഥ സംബന്ധം. അപ്പൊ ഈ മനുഷ്യ ജീവിതം പ്രത്യേകിച്ചും ആ സംബന്ധത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി, മറന്നുപോയിരിക്കുന്ന ആ സംബന്ധത്തെ വീണ്ടും തട്ടി ഉണർത്തി അതിനെ കൂട്ടി വളർത്താൻ വേണ്ടിയാണ് മനുഷ്യജന്മം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ സംബന്ധത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഭക്തിയുത സേവനം ചെയ്യുന്നു. ഭക്തിയുത സേവനത്തിൽ വെച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംബന്ധ മാർഗം എന്താണ്? നാമജപം, അല്ലെ? നേരിട്ട് നമ്മൾ ഭഗവാന്റെ നാമം വിളിക്കുകയാണ്. അതിനെക്കാട്ടിലും വലിയൊരു സംബന്ധ പ്രക്രിയ ഇല്ലല്ലോ, ശരിയല്ലേ? നമുക്കൊരു വ്യക്തിയായിട്ട് ബന്ധപ്പെടണം, ഏറ്റവും എളുപ്പം എന്താണ്? അവരെ പേര് വിളിക്കുക, അല്ലെ? അവരെ ഫോൺ ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നാമ സങ്കീർത്തനം വഴി, നാമജപം വഴി. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ചൈതന്യ മഹാപ്രഭു പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത്. രണ്ടും ആവശ്യമുണ്ട്. ഒന്നുണ്ട് മറ്റൊന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല, അല്ലെ? ഹരേ കൃഷ്ണ മഹാമന്ത്രവും വേണം, പക്ഷെ അതേസമയം ആ സംബന്ധ ജ്ഞാനത്തോടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപം ചെയ്യണം. ഇനി അതേസമയം നമ്മൾ സംബന്ധ ജ്ഞാനം മാത്രം ഉണ്ടായി, കുറെ പഠിച്ചു, പക്ഷെ നമ്മൾ ജപിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കാര്യമില്ല. നമ്മളത് തിയറി ആയിട്ട് നിൽക്കും, നമ്മൾ അതിനെ പ്രാവർത്തികമാക്കുന്നില്ല. ഇപ്പൊ രണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് സിമ്പിൾ പ്രോസസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്: ചാൻറ്റ് ഹരേ കൃഷ്ണ, read the books, follow the 4 regulative principles, take prasadam, go back to Godhead. Right? ഹരേ കൃഷ്ണ പ്രഭു. അല്ലേ? അതെ. വേറൊന്നുമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ തൊട്ട് മുന്നേ വായിച്ചതിൽ തപന മിശ്രയുടെ കാര്യവും പറയുന്നുണ്ട്. തൊട്ട് മുന്നത്തേല് തപന മിശ്രനെ അദ്ദേഹം
വാരണസിയിലേക്ക് വിടാൻ കാരണം ഫ്യൂച്ചറിൽ മഹാപ്രഭു സന്യാസത്തിൽ പോകുന്നതിന്റെ ഒരു സൂചനയാണെന്ന് 8ന്റെ ഭാവാർത്ഥത്തിൽ അതെ. വായിക്കാം അല്ലെ? തുടർന്ന് ഓക്കെ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാധവൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 20. ശ്രീല പ്രഭുപാദി കീ ജയ. യൈ മതഭംഗേ പ്രഭു കരേ നനലീല യഥാ നവദ്വീപേ ലക്ഷ്മി വിരഹേ ദുഃഖി ഹൈലാം. വിവർത്തനം വഴി ശ്രീല പ്രഭുപാദ. ഭാവാർത്ഥം ഇല്ല, വിവർത്തനം. മഹാപ്രഭു പൂർവ്വ ബംഗാളിൽ വിവിധ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നതിനാൽ വീട്ടിൽ പത്നി ലക്ഷ്മി ദേവി ഭർത്താവിന്റെ വേർപാടിൽ അതീവ ദുഃഖിതയായിരുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 21. പ്രഭുര വിരഹ സർപ്പ ലക്ഷ്മീരേദം ശീല വിരഹ സർപ്പ വിഷേ താര പരലോക ഹൈല. വിവർത്തനം ഭാവാർത്ഥം വൈ ശ്രീല പ്രഭുപാദി കീ ജയ്. വിവർത്തനം. ലക്ഷ്മി ദേവിയെ വിരഹത്തിന്റെ സർപ്പം ദംശിക്കുകയും ആ വിഷം അവളുടെ മരണത്തിന് കാരണമായി തീരുകയും ചെയ്തു. അവൾ പരലോകം പുൽകി ഭഗവത്ധാമത്തിൽ എത്തിച്ചേർന്നു. ഭാവാർത്ഥം. ഭഗവത്ഗീതയിൽ 8:6 പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ യം യം ഭാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം. ഒരുവന്റെ ജീവിതത്തിൽ ഉടനീളമുള്ള വികാര വിചാരങ്ങൾക്കനുസരിച്ച് മരണസമയത്ത് അവന്റെ സ്മരണകൾ രൂപപ്പെടുകയും മരണശേഷം അതിനനുയോജ്യമായ ഒരു ശരീരം നേടുകയും ചെയ്യും. ഈ തത്വമനുസരിച്ച് വൈകുണ്ഠത്തിൽ നിന്ന് വന്ന ഐശ്വര്യ ദേവതയായിരുന്ന ലക്ഷ്മി ദേവി മരണസമയത്ത് ഭഗവാന്റെ വിരഹത്തിനാൽ അവിടുത്തെ ചിന്തയിൽ ആമഗ്നയായിരുന്നതിനാൽ മരണാനന്തരം നിശ്ചയമായും വൈകുണ്ഠ ലോകത്തിലേക്ക് മടങ്ങിപ്പോയി. ശ്ലോകം 22. അന്തരേ ജനില പ്രഭു യാതേ അന്തര്യാമി ദേശേരേ ആയില പ്രഭു ശശി ദുഃഖജാനി. വിവർത്തനം ശ്രീല പ്രഭുപാദി കീ ജയ്. മഹാപ്രഭുവിന് ലക്ഷ്മി ദേവിയുടെ അന്തർധാനത്തെ കുറിച്ച് അറിയാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് സ്വയം പരമാത്മാവാണ്. അപ്രകാരം പുത്രഭാര്യയുടെ മരണത്തിൽ അതീവ ദുഃഖിതയായി കഴിഞ്ഞിരുന്ന മാതാ ശശിദേവിയെ സ്വാന്തനിപ്പിക്കാൻ അവിടുന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ശ്ലോകം 23. ഖരേ ആയില പ്രഭു ബഹുലന ധനജന തത്വജ്ഞാനേ കൈലാശീര ദുഃഖ വിമോചന. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദി കീ ജയ്. ധാരാളം ധനവും അനുയായികളുമായി ഭവനത്തിലേക്ക് മടങ്ങി വന്ന ഭഗവാൻ ശചീദേവി അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനായി ആത്മജ്ഞാനത്തെക്കുറിച്ച് സംസാരിച്ചു. ഭാവാർത്ഥം. ഭഗവത്ഗീതയിൽ 2:13 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാവില്ല. ഭഗവത്ഗീതയിൽ നിന്നോ മറ്റേതെങ്കിലും വൈദിക സാഹിത്യത്തിൽ നിന്നോ ഉള്ള ഇത്തരം ശ്ലോകങ്ങൾ ആരുടെയെങ്കിലും മരണസമയത്ത് നമുക്ക് മൂല്യവത്തായ ഉപദേശങ്ങൾ നൽകുന്നു. ഭഗവത്ഗീതയിൽ നിന്നോ ശ്രീമദ് ഭാഗവതത്തിൽ നിന്നോ ഉള്ള ഇത്തരം ഉപദേശങ്ങളുടെ ചർച്ചയിലൂടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ലെന്നും ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെ ആത്മാവിന്റെ ദേഹാന്തര പ്രാപ്തി എന്ന് വിളിക്കുന്നു. ഈ ലോകത്തിലേക്ക് വരുന്ന ഒരാത്മാവ് പിതാവിനോടും മാതാവിനോടും സഹോദരിമാരോടും സഹോദരന്മാരോടും ഭാര്യയോടും സന്താനങ്ങളോടും ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ ബന്ധങ്ങളെല്ലാം ശരീരത്തോട് ബന്ധപ്പെട്ടതാണ്, ആത്മാവിനോടല്ല. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുള്ളതുപോലെ ധീരസ്തത്ര ന മുഹ്യതി, ആത്മനിയന്ത്രണമുള്ള ഒരുവൻ ഈ ഭൗതിക ലോകത്തിലെ അത്തരം പ്രാതിഭാസിക പരിണാമങ്ങളിൽ അസ്വസ്ഥനാകുന്നില്ല. ഇത്തരം ഉപദേശങ്ങൾ തത്വകഥ അഥവാ യഥാർത്ഥ സത്യം എന്ന് വിളിക്കപ്പെടുന്നു. ശ്ലോകം 24. ശിഷ്യഗണലന പുന വിദ്യാരവിലാസ വിദ്യാബലെ സഭാജിനി ഔത്തഥ്യ പ്രകാശ. വിവർത്തനം ശ്രീല പ്രഭുപാദി കീ ജയ്. പൂർവ്വ ബംഗാളിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ശ്രീ ചൈതന്യ മഹാപ്രഭു വീണ്ടും മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകാൻ ആരംഭിച്ചു. വിദ്യാബലത്താൽ അവിടുന്ന് എല്ലാവരെയും കീഴടക്കുകയും വളരെയധികം ആത്മാഭിമാനം പ്രകടമാക്കുകയും ചെയ്തു.
ശ്ലോകം 25. തവേ വിഷ്ണുപ്രിയ ഠാകുറാണീര പരിണയാം തവേധ കരീല പ്രഭു ദിഗ്വിജയീ ജയാം. വിവർത്തനം. ശ്രീല പ്രഭുപാദി കീ ജയ്. പിന്നീട് മഹാപ്രഭു ഐശ്വര്യദേവതയായ വിഷ്ണുപ്രിയയെ വിവാഹം കഴിക്കുകയും അനന്തരം ദിഗ്വിജയിയായ കേശവ കാശ്മീരിയെ കീഴടക്കുകയും ചെയ്തു. ഭവർത്തം. ശ്രീല പ്രഭുപാദി കീ ജയ്. ആധുനിക കാലത്തെ കായിക മത്സരങ്ങളിൽ പ്രഗത്ഭരായ ധാരാളം ആളുകൾ ഉള്ളതുപോലെ ഭാരതത്തിൽ പണ്ടെല്ലാം വിദ്യാപാഠവത്തിൽ പേരെടുത്ത ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു. കാശ്മീരിൽ നിന്നുള്ള കേശവ കാശ്മീരി അത്തരത്തിലുള്ള ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിക്കുകയും അവസാനം നവദ്വീപിലുള്ള പണ്ഡിതന്മാരെ വെല്ലുവിളിക്കാൻ വന്നെത്തുകയും ചെയ്തു. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് നവദ്വീപിലെ പണ്ഡിതന്മാരെ കീഴടക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ചൈതന്യ മഹാപ്രഭു എന്ന ബാലപണ്ഡിതനാൽ പരാജിതനാക്കപ്പെട്ടു. ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാനല്ലാതെ മറ്റാരുമല്ലെന്ന് അദ്ദേഹത്തിന് പിന്നീട് ബോധ്യമായി. അനന്തരം അദ്ദേഹം ഭഗവാൻ ആത്മാർപ്പണം ചെയ്യുകയും നിംബാർക്ക സമ്പ്രദായത്തിൽ ഒരു പരിശുദ്ധ വൈഷ്ണവനായി തീരുകയും ചെയ്തു. അദ്ദേഹം നിംബാർക്ക സമ്പ്രദായത്തിന്റെ പാരിജാത ഭാഷ്യം എന്ന് അറിയപ്പെടുന്ന വേദാന്ത വ്യാഖ്യാനത്തിന് കൗസ്തുഭപ്രഭ എന്ന ശീർഷകത്തിൽ ഒരു വ്യാഖ്യാനം രചിച്ചു. ഭക്തിരത്നാകരം എന്ന ഗ്രന്ഥത്തിൽ കേശവ കാശ്മീരിയെക്കുറിച്ച് പ്രതിപാദിക്കുകയും നിംബാർക്ക സമ്പ്രദായത്തിലെ അദ്ദേഹത്തിന്റെ പൂർവാധികാരികളുടെ പട്ടിക നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസ ആചാര്യൻ, വിശ്വാചാര്യൻ, പുരുഷോത്തമൻ, വിലാസൻ, സ്വരൂപൻ, മാധവൻ, ബലഭദ്രൻ, പത്മൻ, ശ്യാമൻ, ഗോപാലൻ, കൃപ, ദേവാചാര്യൻ, സുന്ദരഭട്ടൻ, പത്മനാഭൻ, ഉപേന്ദ്രൻ, രാമചന്ദ്രൻ, വാമനൻ, കൃഷ്ണൻ, പത്മാകരൻ, ശ്രവണൻ, ഭൂരി, മാധവൻ, ശ്യാമൻ, ഗോപാലൻ, ബലഭദ്രൻ, ഗോപിനാഥൻ, കേശവൻ, ഗോകുലൻ, കേശവ കാശ്മീരി. വിദ്യാദേവതയായ സരസ്വതിയുടെ പ്രിയ ഭക്തനായിരുന്നു കേശവ കാശ്മീരി എന്ന് ഭക്തിരത്നാകരത്തിൽ പറഞ്ഞിരിക്കുന്നു. സരസ്വതി കടാക്ഷത്താൽ അദ്ദേഹം അത്യന്തം സ്വാധീനമുള്ള പണ്ഡിതനായി. രാജ്യത്തിന്റെ 4 അതിർത്തികൾക്കുള്ളിലെയും ഏറ്റവും പ്രാഗൽഭ്യമുള്ള പണ്ഡിതനായി അദ്ദേഹം. അതിനാൽ അദ്ദേഹത്തിന് സർവ്വദിക്കുകളിലുമുള്ള സർവരെയും ജയിച്ചടക്കിയവൻ എന്നർത്ഥം വരുന്ന ദിഗ്വിജയി എന്ന ശീർഷകം ലഭിച്ചു. അദ്ദേഹം കാശ്മീരിലെ ഒരു മാന്യ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. പിൽക്കാലത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞപ്രകാരം പാണ്ഡിത്യ പദവികൾ നേടുന്ന മത്സരചര്യ ഉപേക്ഷിച്ച് ഒരു മഹാഭക്തനായി തീർന്ന അദ്ദേഹം വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ ഒന്നായ നിംബാർക്ക സമ്പ്രദായത്തിൽ ചേർന്നു. ഹരേ കൃഷ്ണ. വല്ലതും പറയാനുണ്ടോ? അത് വായിക്കണം. ഹരേ കൃഷ്ണ മാതാജി. എന്തെങ്കിലും ഇതുവരെ വായിച്ചതിന് ആർക്കെങ്കിലും? പ്രഭു. ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ. സ്വരൂപ് ചൈതന്യ പ്രഭു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പ്രഭു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭു, കേൾക്കാം. ഓക്കെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇതൊരു വായിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പൊ വായിച്ച ശ്ലോകങ്ങളിലോ? ഹരേ കൃഷ്ണ പ്രഭു. നിംബാർക്കാജ് എന്ന് പറയുന്നത് 4 കുമാരാസിന്റെ കുമാര സമ്പ്രദായത്തിലല്ലേ? അതെ അതെ. അപ്പൊ അത് അതിലൊരു ശുദ്ധ വൈഷ്ണവനായി തീർന്നു എന്നാണ് പറയുന്നു. എന്താ മാതാജി? അല്ല, അത് എങ്ങനെയാ? അത് 4 കുമാരന്മാരുടെ കുമാര സമ്പ്രദായത്തിലല്ലേ നിംബാർക്ക? അതിനെയാണോ ഉദ്ദേശിച്ചത്? നിംബാർക്ക സമ്പ്രദായം അത് തന്നെയായിരിക്കും. 4 വൈഷ്ണവ സമ്പ്രദായത്തിൽ ഒന്നാണല്ലോ അത് കുമാര സമ്പ്രദായം. നിംബാർക്ക സമ്പ്രദായം. നിംബാർക്ക സമ്പ്രദായത്തില് അതിലല്ലേ, അതിലെ ആചാര്യനല്ലേ നിംബാർക്ക ആചാര്യൻ? 4 ആചാര്യന്മാർ.
അപ്പം നിമ്പാർക്ക സമ്പ്രദായത്തിന്റെ പാരിജാത ഭാഷ്യം എന്നറിയപ്പെടുന്ന വേദാന്ത വ്യാഖ്യാനത്തിന് കൗസ്തുഭപ്രഭ എന്ന ശീർഷകത്തിൽ വ്യാഖ്യാനം രചിച്ചു. കേശവ കാശ്മീരിയെ കുറിച്ചല്ലേ പറയുന്നത്? അതെ അതെ അതെ. അതിനകത്തെ അവരുടെ ആ പൂർവ അധികാരികളുടെയാണ് ആ 1, 2 എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് കേശവ കാശ്മീരി വരുന്നത് അല്ലെ? അതെ അതെ അതെ. പണ്ട് കാലത്ത് ഈ 3 സ്ഥലങ്ങളും കാശ്മീർ, ബംഗാൾ, പിന്നെ സൗത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങൾ, ഇതൊക്കെ പണ്ഡിതന്മാര് നടന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു. ഈവൻ ശങ്കരാചാര്യർ പോലും കാശ്മീരിലാണ്. ശ്രീനഗറിൽ ഇന്ന് പോയാൽ അവിടെ സർവജ്ഞ പീഠം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ഉകാംബിയിൽ പോയിട്ടുണ്ട്. ഇവിടത്തെ കൊല്ലൂർ സർവജ്ഞ പീഠം അവിടെ അദ്ദേഹം ഇരുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അത് സർവജ്ഞപീഠം കയറിയെങ്കിലേ എല്ലാവരും അംഗീകരിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടല്ലേ സർവജ്ഞപീഠം കയറാൻ പോയത് അദ്ദേഹം? അതെ അതെ. അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ, മണ്ഡന മിശ്ര എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനുമായിട്ട് ചർച്ചയൊക്കെ ചെയ്യുന്നത് ശങ്കരാചാര്യർ. അങ്ങനെ അദ്ദേഹത്തിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് സർവജ്ഞപീഠം കയറിയത്. പറഞ്ഞു വരുന്നത് കാശ്മീർ പണ്ട് തന്നെ പണ്ഡിതന്മാരുടെ, ഇപ്പൊ പറയാറുണ്ടല്ലോ കാശ്മീരി പണ്ഡിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അവരൊക്കെ കുറെ പേര് പലായനം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പൊ പണ്ട് മുതൽ കാശ്മീര് പണ്ഡിതന്മാരുടെ സ്ഥലമായിരുന്നു. പിന്നെ അങ്ങനെയാണ് കേശവ കാശ്മീരിയും പണ്ഡിതനാണ്. വേറെന്തെങ്കിലും? വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. യെസ് സ്വരൂപ് പ്രഭു. ഈ 25-ാമത്തെ ശ്ലോകത്തില് പിന്നീട് മഹാപ്രഭു ഐശ്വര്യദേവതയായ വിഷ്ണുപ്രിയയെ വിവാഹം കഴിക്കും. അത് എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ പേരിലായിരുന്നു, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞോ? അത് പ്രഭുവിനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഗോപാൽ പ്രഭു എന്തായിരുന്നു ശ്ലോകം 25 ബേസ് ചെയ്ത് സ്വരൂപ് പ്രഭു ചോദിച്ചതാ. പിന്നീട് മഹാപ്രഭു ഐശ്വര്യ ദേവതയായ വിഷ്ണുപ്രിയയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് എന്താണ്? വല്ല സമ്മർദ്ദത്തിനെ ബേസ് ചെയ്താണോ? അല്ലല്ല. നമുക്ക് ഭഗവാൻ വന്നിട്ട് ശ്രീദേവി ഭൂദേവി എന്ന് പറഞ്ഞ 2 ശക്തികളുണ്ട് അല്ലെ? നമ്മളെവിടെ പോയാലും ഇല്ലേ, ശ്രീദേവി ഭൂദേവി എന്ന് പറഞ്ഞിട്ട് 2 ശക്തിമാരുണ്ട്. സോ ശ്രീദേവിയാണ് ആദ്യം ലക്ഷ്മി ദേവി, പിന്നെ ഭൂദേവി വന്നിട്ട് വിഷ്ണുപ്രിയ ദേവി ആയിട്ട് വന്നു. മനസ്സിലായില്ലേ? ഈവൻ കൃഷ്ണലീലയില് അത് വന്നിട്ട് രുക്മിണി ദേവി ശ്രീദേവി ആയിട്ടും സത്യഭാമാദേവി ഭൂദേവി ആയിട്ടും വന്നു. ഹരേഷ്ണ പ്രഭു. പ്രഭു ഇപ്പൊ പറഞ്ഞു ശ്രീദേവി ഭൂദേവി എന്ന് 2 ശക്തികളുണ്ട് എന്ന് പറഞ്ഞത്. അത് എങ്ങനെയാ പ്രഭു അത് ഉദ്ദേശിക്കുന്നത്? വെച്ചാല് ഭഗവാന്റെ 2 ശക്തികളായിട്ട് തന്നെയാണോ പറയുന്നത്? അതെ അതെ. ഇപ്പോ കൃഷ്ണന് രുക്മിണി സത്യഭാമ എന്ന് പറയുന്നത് പോലെ
ചൈതന്യ മഹാപ്രഭുവിന് ലക്ഷ്മി ദേവി, ലക്ഷ്മിപ്രിയ, വിഷ്ണുപ്രിയ. റൈറ്റ്? അപ്പൊ രുക്മിണി എന്ന് പറയുന്നത് ശ്രീദേവിയും സത്യഭാമ ഭൂദേവി അങ്ങനെയാണല്ലേ? അതെ അതെ. ഓക്കെ. ആ അപ്പൊ ലക്ഷ്മി ദേവി ആദ്യം പോയി അല്ലെ? ഈ ലീലയില്, ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയില്, കൃഷ്ണലീലയില് രുക്മിണിയും സത്യഭാമയും രണ്ടുപേരും കുറെ കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചൈതന്യ ലീലയില് നമുക്ക് ലക്ഷ്മിപ്രിയാദേവി കുറച്ചു നാളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വിഷ്ണുപ്രിയാദേവി പറയുന്നത്, വിഷ്ണുപ്രിയാദേവി 16-ാമത്തെ വയസ്സിലാണ് ചൈതന്യ മഹാപ്രഭുവിനെ വിവാഹം ചെയ്തത്. 96 വയസ്സ് വരെ വിഷ്ണുപ്രിയാദേവി ഉണ്ടായിരുന്നു. നവദ്വീപിൽ പോയിട്ടുണ്ടോ? ആ സ്ഥലം, നമുക്ക് വിഷ്ണുപ്രിയാദേവിയുടെ മന്ദിറുണ്ട്. ധാമേശ്വർ മഹാപ്രഭു എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട്. കണ്ടായിരുന്നു? പോയിട്ടുണ്ടോ അവിടെ? ഇല്ല അവിടെയാണ് ഈ വിഷ്ണുപ്രിയാണ് കൈകൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കിയ ചൈതന്യ മഹാപ്രഭു. അത് തന്നെ. അവിടെ ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണുപ്രിയ ദേവി 16-ാമത്തെ വയസ്സിലാണ് ചൈതന്യ മഹാപ്രഭുവിനെ വിവാഹം ചെയ്തത്. 96 വർഷം വിഷ്ണുപ്രിയ ദേവി ഭൂലോകത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ 80 വർഷം, റൈറ്റ്? ചൈതന്യ മഹാപ്രഭു എന്താ പറയാ, കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ വിഷ്ണുപ്രിയ ദേവിയുടെ കൂടെ. അപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് 80 ഇയേഴ്സ് വിഷ്ണുപ്രിയ ദേവി ചൈതന്യ മഹാപ്രഭുവിനോട് വിഷ്ണുപ്രിയ ദേവി ഏകദേശം 80 വർഷത്തോളം ഉണ്ടായിരുന്നു. ആൻഡ് ആ 80-ല് ഭൂരിഭാഗവും ചൈതന്യ മഹാപ്രഭുവിനെ പിരിഞ്ഞിരുന്നാണ് വസിച്ചത്. റൈറ്റ്? അങ്ങനെ. പ്രഭുവിന്റെ ചോദ്യം എന്തായിരുന്നു? ഞാൻ മീൻസ് പ്രഭുവിന്റെ എക്സാക്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോറി, പ്രഭുവിന്റെ അല്ല പ്രഭു, ഞാൻ ചോദിച്ച രണ്ടാമത് ഈ വിവാഹം കഴിക്കേണ്ടി വന്ന കുടുംബപരമായ എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ പേരിലായിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സമ്മർദ്ദം എന്നുള്ളത് മേ ബി നമുക്ക് പറയാം. കാര്യം സചി മാതാവിന് ആലോചിച്ച് നോക്കൂ. സചി മാതാവിന് ഭർത്താവിന് നഷ്ടപ്പെട്ടു, മൂത്ത മകനെ നഷ്ടപ്പെട്ടു. ഇപ്പോ ലക്ഷ്മി ദേവി വിയോഗത്തിന്റെ സമയത്ത് ഈ പറയുന്ന എന്താ പറയാ, ഡോട്ടർ ഇൻ ലോ, മരുമകള് എന്താണ് പറയാ, അങ്ങനെ മകൾ സജി മാതാവിന്റെ ദുഃഖം അകറ്റാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭു സ്വയം അത് സമ്മതിക്കുകയും, അതുപോലെ സജി മാതാവിന്റെ ആഗ്രഹമായിരുന്നു. സമ്മർദ്ദം എന്ന് പറയുന്നതിനെക്കാട്ടിലും ഭഗവാനാണെങ്കിൽ പോലും ഭഗവാന് സാഹചര്യം അനുസരിച്ച് അനുകമ്പയോടെ പ്രവർത്തിക്കാൻ ഭഗവാന് സാധിക്കും. അപ്പൊ അങ്ങനെ സജി മാതാവിന് വേണ്ടി ചൈതന്യ മഹാപ്രഭു എടുത്തൊരു തീരുമാനമാണ്. ഓക്കെ ആണോ? സുരപ്രഭുവിന് ഓക്കെയാന്ന് തോന്നുന്നു. ഒന്നും പറയില്ല. പ്രഭു, ഒരു ഡൗട്ട് ഈ സുരപ്രഭു എന്തെങ്കിലും പറയണ്ടോ? കുഴപ്പമില്ല ബ്രോ. ഓക്കെ. അല്ല, ഞാനത് ചോദിച്ചു, ഈ വിഷ്ണുപ്രിയ ദേവിയാണോ ഒരു മാല ജപിക്കുമ്പോ ഒരു അരിമണി അങ്ങനെ എന്തോ ഒരു ഇത് മുമ്പ് പറയല്ലേ? ആരുടെയും ഓരോ അരി, അതെ അല്ലേ? വിഷ്ണുപ്രിയ ദേവി വന്നിട്ട് അതാണ്, ഒരു മഹാമന്ത്രം ജപിക്കുന്ന സമയത്ത് ഒരു അരിമണി എടുത്തു വെക്കും, എടുത്തു വെക്കും. അങ്ങനെ എത്ര മഹാമന്ത്രമാണോ ഒരു ദിവസം ജപിക്കുന്നത്, അതേ ഭക്ഷിക്കുള്ളൂ, അത്ര കുക്ക് ചെയ്ത്, അത്ര അരിമണി എടുത്ത് കുക്ക് ചെയ്ത് മഹാപ്രഭുവിന് നിവേദിച്ച ശേഷം അത് മാത്രമേ സ്വീകരിക്കുള്ളൂ. അത്രയും ഓസ്റ്ററിറ്റി ആയിരുന്നു. നമ്മളാരും അത്രയും ട്രൈ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, പിന്നീട് ഒരു കഥയുണ്ട്. ശ്രീനിവാസാചാര്യ എന്ന് പറയുന്ന, നമ്മൾ ശ്രീനിവാസാചാര്യനെ കുറിച്ച് വായിച്ചല്ലോ. അപ്പോ പല വർഷങ്ങൾക്ക് ശേഷം മഹാപ്രഭുവിന്റെ ഡിസപ്പിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം ശ്രീനിവാസാചാര്യ ഇങ്ങനെ
നവദ്വീപിലേക്ക് വരും. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങൾ കാണാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ച് വരും. സോ അന്നത്തെ ദിവസം വിഷ്ണുപ്രിയ ദേവി യുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല വിഭവസമൃദ്ധമായിട്ട് വിഷ്ണുപ്രിയ ദേവി സദ്യ ഒരുക്കി ശ്രീനിവാസാചാര്യന് കൊടുക്കും. അപ്പൊ ശ്രീനിവാസാചാര്യൻ ചോദിക്കും, എങ്ങനെയാണ് എന്താണ് വിഷ്ണുപ്രിയ ദേവിക്ക് മനസ്സിലായത്, ഇങ്ങനെ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല വന്നത്, റൈറ്റ്? അപ്പൊ എങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലായത് എന്ന് ചോദിക്കും. സോ ആ സമയത്ത് വിഷ്ണുപ്രിയ ദേവി പറയും, മഹാപ്രഭു എന്നോട് പറഞ്ഞതാണ്, മഹാപ്രഭു എന്നോട് പറഞ്ഞതാണ്, ദിവസവും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പൊ ഇന്ന് പ്രത്യേകം മഹാപ്രഭു എന്നോട് പറഞ്ഞു, ഇങ്ങനെ എന്റെ ഭക്തൻ വരുന്നുണ്ട്, ശ്രീനിവാസാചാര്യ വരുന്നുണ്ട്, അതുകൊണ്ട് ആ താങ്കളുടെ പതിവ് പദ്ധതി, ഈ ഹരിനാമം ഓരോ മഹാമന്ത്രം ജപിച്ച് അരിമണി എടുത്ത് എണ്ണി വെച്ച് അതിനെ പാചകം ചെയ്ത് കഴിക്കുന്ന പദ്ധതി ഇന്നത്തേക്ക് ഒന്ന് സസ്പെൻഡ് ചെയ്യുക. കാര്യം ശ്രീനിവാസ് എന്ന് പറയുന്ന എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മഹാപ്രഭു എന്താണ് വിഷ്ണുപ്രിയ ദേവിയോട് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു ഭക്തനും ഭഗവാനും തമ്മിൽ നമുക്ക് തോന്നാം ഒരു വിരഹമാണ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഭഗവാൻ വരുന്നില്ല, ഭഗവാൻ ഡിസപ്പിയേർഡ് ആണ്, ഭക്തന്റെ കൂടെ ഇല്ലെന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. വിഷ്ണുപ്രിയ ദേവി ഓരോ നിമിഷവും ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ പ്രഭുപാദ് പറയാറുണ്ടല്ലോ അല്ലെ. സോ പ്രഭുപാദ് എങ്ങനെ പറയാ, ഞാൻ എന്താ പറഞ്ഞു വന്നേ, മിസ്സായിപ്പോയി. ഇത് തന്നെ ശ്രീനിവാസാചാര്യ വരുമ്പോ അല്ല ഭക്തന്മാര് ഭഗവാൻ ഒരിക്കലും പിരിയാറില്ല എന്ന് പറയുന്നത്. അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ ഒരു ആധ്യാത്മിക ബന്ധമാണെങ്കിൽ ശ്രീല പ്രഭുപാദ് പറഞ്ഞു, എന്റെ സ്പിരിച്വൽ മാസ്റ്റർ, എന്റെ ആധ്യാത്മിക ഗുരു ഒരിക്കലും ഞാൻ എനിക്ക് നഷ്ടപ്പെടുന്നില്ല എന്റെ ആധ്യാത്മിക ഗുരുവിനെ എന്ന് പറയാറുണ്ട് അല്ലെ. ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഡിസപ്പിയർ ആയി കുറെ കാലമായി, എന്നാലും പ്രഭുപാദ് പറയും, എനിക്ക് ആ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നില്ല, ഞാൻ എപ്പോഴും മൈ സ്പിരിച്വൽ മാസ്റ്റർ ഈസ് ഓൾവേസ് ദയർ എന്ന് പറയാറുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, ഒരു ബന്ധം എന്ന് പറയുന്നത് ഭൗതികമല്ല എന്നുള്ളത് പറയാനായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഇനിയിങ്ങനെ കുറെ കഥകളുണ്ട്, നമുക്ക് സമയമാണില്ലാത്തത്. കഥ പറഞ്ഞോളൂ പ്രഭു, കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. ഇല്ല, റീഡിങ് നടക്കട്ടെ, പിന്നെ അടുത്ത ദിവസം നോക്കാം. ഓക്കെ, അടുത്ത 4 ശ്ലോകം ഏത് വരെ വായിച്ചു? 27 വരെ വായിച്ചു, 25 വരെ വായിച്ചു, 25 വരെ വായിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 26. ഓം നമോ ഭഗവതേ വാസുദേവായ. 26 മാതാജി. വൃന്ദാവനദാസായിക കരിയഥേന വിസ്താര കൂടനാഹി കരേ ദോഷ ഗുണേര വിചാര. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. വൃന്ദാവനദാസ ഠാക്കൂർ ഇത് മുൻപേ വിപുലമായി വിവരിച്ചിട്ടുണ്ട്. സുവ്യക്തമായ ഇക്കാര്യത്തെ ഗുണദോഷ പരിശോധന ചെയ്യേണ്ട ആവശ്യമില്ല. ശ്ലോകം 27. തേയിംസകഹിതന്റെ കരി നമസ്കാര യാശൂനി ദിഗ്ജയി കൈല ആപനാധികാര. വിവർത്തനം ശ്രീല വൃന്ദാവനദാസ ഠാക്കൂറിന് എന്റെ പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം ദിഗ്വിജയിക്ക് സ്വന്തം ധിക്കാരം മനസ്സിലാക്കി കൊടുത്ത മഹാപ്രഭുവിന്റെ വിശകലനത്തിന്റെ ഭാഗം മാത്രം ഞാൻ വിവരിക്കാം. ശ്ലോകം 28. ജ്യോത്സ്നാവധീരാത്രി പ്രഭു ശിക്ഷകനാസംഘേ വസീയഛേന ഗംഗാതീരെ വിദ്യാര പ്രസംഗേ. വിവർത്തനം: ഒരിക്കൽ ഒരു പൗർണമി രാത്രിയിൽ മഹാപ്രഭു തന്റെ അനേകം ശിഷ്യഗണങ്ങൾക്കൊപ്പം ഗംഗാനദിയുടെ തീരത്തിരുന്ന വിദ്യാവിഷയങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ശ്ലോകം 29. ഏനാകാലേ ദിഗ്ജയീ ചാഹാനി ആയീല ഗംഗാരേ വന്ദനാകാരി പ്രഭുരമിലീല. വിവർത്തനം: ആ സമയത്ത് കേശവ കാശ്മീരി എന്ന പണ്ഡിതൻ യാദൃശികമായി അവിടെ വന്നു. ഗംഗാമാതാവിന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുമുട്ടി.
वासाई दातारे प्रभु आधारकारिया दिग्जयी कहे मना ആജ്ഞാകാരിയ മഹാപ്രഭു അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചെങ്കിലും ദിഗ്ജയിയായ കേശവ കാശ്മീരി അഹങ്കാരം പൂണ്ട് മഹാപ്രഭുവിനോട് അവജ്ഞാപൂർവം സംസാരിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഈ വായിച്ചതിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ തുടർന്ന് വായിക്കാം. അടുത്ത വായിക്കുന്നത് സ്വരൂപ് പ്രഭു വായിക്കാനാണോ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്ത്? ഓക്കെ പ്രഭു, ഓക്കെ. അടുത്ത ഹരേ കൃഷ്ണ. 31. हरे कृष्ण. व्याकरण पढ़ागा निमानी पंडित तुम्हारा नामा बाल्य शास्त्रे लोगे तुम्हारा काहे गुणग्राम. വിവർത്തനം. താങ്കൾ നിമായി പണ്ഡിതൻ എന്ന വ്യാകരണാധ്യാപകനാണെന്ന് ഞാൻ അറിയുന്നു. താങ്കളുടെ ബാല്യ വ്യാകരണ അധ്യാപനത്തെ ജനങ്ങൾ വളരെ പ്രശംസിക്കുന്നുണ്ട്. മുൻപ് സംസ്കൃത വിദ്യാലയങ്ങൾ ആദ്യം വ്യാകരണം സമ്പൂർണമായി പഠിപ്പിക്കുമായിരുന്നു. ആ രീതി ഇന്നും തുടരുന്നു. ഒരു വിദ്യാർത്ഥി അവന്റെ ജീവിതാരംഭത്തിലെ 12 വർഷം വ്യാകരണം ശ്രദ്ധാപൂർവം പഠിക്കണമെന്ന് ശുപാർശ ചെയ്യപ്പെടുന്നു. കാരണം സംസ്കൃത വ്യാകരണത്തിൽ നിപുണനായി കഴിഞ്ഞാൽ എല്ലാ ശാസ്ത്രങ്ങളും അവന് തുറന്നു കിട്ടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു വ്യാകരണം അഭ്യസിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. അതിനാൽ കേശവ കാശ്മീരി ആദ്യം അവിടുന്ന് ഒരു വ്യാകരണ അധ്യാപകനായി പരാമർശിച്ചു. കേശവ കാശ്മീരി തന്റെ സാഹിത്യപരമായ നേട്ടങ്ങളിൽ ഗർഭിഷ്ഠനായിരുന്നു. അദ്ദേഹം വ്യാകരണത്തിന്റെ ആദ്യ പാഠങ്ങളിൽ നിന്ന് വളരെ ഉയരത്തിലെത്തി കഴിഞ്ഞിരുന്നുള്ളൂ. അതിനാൽ നിമായി പണ്ഡിതന്റെ പദവിയെ തന്റെ പദവിയോട് ഒട്ടും തന്നെ താരതമ്യപ്പെടുത്താനാവില്ലെന്ന് അദ്ദേഹം കരുതുകയുണ്ടായി. ശ്ലോകം 32. വ്യാകരണ മധ്യജാനി പഠക കലാവ സുനിലുൻ പങ്കിതേ തുമാര ശിഷ്യര സംലാപ. വിവർത്തനം. താങ്കൾ കലാപ വ്യാകരണമാണ് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാകുന്നു. താങ്കളുടെ വിദ്യാർത്ഥികൾ ഈ വ്യാകരണത്തിന്റെ വാക്പടുതയിൽ വിദഗ്ധരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാവാർത്ഥം. ചില പ്രഭുപാദ്. സംസ്കൃത ഭാഷയിൽ വ്യാകരണത്തിന് അനേകം വിഭാഗങ്ങളുണ്ട്. പാണിനി, കലാപ, കൗമുദി സമ്പ്രദായങ്ങളാണ് അവയിൽ ഏറ്റവും പ്രശസ്തങ്ങൾ. വൈയാകരണ ജ്ഞാനത്തിന് വിവിധ ശാഖകൾ ഉണ്ടായിരുന്നു. ഒരു വ്യാകരണ വിദ്യാർത്ഥി 12 വർഷത്തിനുള്ളിൽ ഇവയെല്ലാം പൂർണ്ണമായി പഠിക്കണമെന്ന് കരുതപ്പെട്ടിരുന്നു. നിമായി പണ്ഡിതനെന്ന് പ്രശസ്തനായിരുന്ന ചൈതന്യ മഹാപ്രഭു വ്യാകരണം അഭ്യസിപ്പിച്ച സ്വശിഷ്യന്മാർ സങ്കീർണ വ്യാകരണത്തിന്റെ വാഗ്ജാലങ്ങളെ പോലും കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു. വ്യാകരണ പഠനത്തിൽ വിദഗ്ധനായ ഏതൊരുവനും ശാസ്ത്രങ്ങളെ അവയുടെ ധാതുപദങ്ങളുടെ അർത്ഥങ്ങൾക്ക് മാറ്റം വരുത്തി ബഹുരൂപേണ വ്യാഖ്യാനിക്കാറുണ്ട്. ചിലപ്പോൾ വ്യാകരണ നിയമങ്ങളുടെ പ്രയോഗത്തിൽ ചെപ്പടി വിദ്യ കാട്ടി ഒരു വാചകത്തിന്റെ അർത്ഥം തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ ഒരു വ്യാകരണ വിദ്യാർത്ഥിക്ക് കഴിയും. ചൈതന്യ മഹാപ്രഭു ഒരു വ്യാകരണ അധ്യാപകനാണെന്നിരിക്കെ മൂലാർത്ഥങ്ങൾ മാറ്റിമറിക്കുന്ന വ്യാകരണ ജാലവിദ്യകൾ കാട്ടുന്നതിന് അധികം നൈപുണ്യമൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് കേശവ കാശ്മീരി മഹാപ്രഭുവിനെ പരോക്ഷമായി അധിക്ഷേപിക്കുകയായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോടുള്ള വെല്ലുവിളിയായിരുന്നു ഇത്. മഹാപ്രഭുവിന്റെ മുൻപിൽ സ്വന്തം വമ്പ് പ്രകടിപ്പിച്ച് അവിടെ നിന്നെ ചെറുതാക്കാൻ ആരംഭം മുതലേ കേശവ കാശ്മീരി ആഗ്രഹിച്ചു. കാരണം താൻ ശാസ്ത്ര ചർച്ചകൾ നടത്തേണ്ടത് നിമായി പണ്ഡിതനുമായാണ് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന് അറിവുള്ളതായിരുന്നു. അപ്പോൾ ഭഗവാൻ ഇനി പറയും വിധം മറുപടി പറഞ്ഞു. ശ്ലോകം 33. പ്രഭു കഹേ വ്യാകരണ പഠായി അഭിമാന കരി
ശിഷ്യദേ നാബുൽസേ അമി ബുഡായിദേ നാരി. വിവർത്തനം. ഭഗവാൻ പറഞ്ഞു, അതെ, ഞാനൊരു വ്യാകരണ അധ്യാപകനെന്ന് അറിയപ്പെടുന്നു. എങ്കിലും എൻ്റെ ശിഷ്യന്മാരിൽ വ്യാകരണ ജ്ഞാനത്തിൻ്റെ മതിപ്പുളവാക്കാൻ എനിക്കോ എന്നെ മനസ്സിലാക്കാൻ അവർക്കോ സാധിച്ചിട്ടില്ല. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ്. കേശവ കാശ്മീരി ഗർവിഷ്ഠനായതിനാൽ മഹാപ്രഭു സ്വയം താഴ്ന്ന് അദ്ദേഹത്തിന്റെ കൃത്രിമമായ അഹങ്കാരം വർദ്ധിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തി. ഞാൻ 31 മുതലല്ലേ വായിച്ചത്? ഒരു ശ്ലോകം ഇല്ലേ? ഒന്നുകൂടി വായിക്കും. ശ്ലോകം 34. കാഹാ തുമി സർവശാസ്ത്രേ കവിതേ പ്രവീണ കാഹാ നാമി സബേ ശിശു പഠുയ നവീന. വിവർത്തനം. അല്ലയോ ശ്രീമൻ, താങ്കൾ സർവശാസ്ത്ര വിശാരദനും കാവ്യരചനയിൽ അതിനിപുണനുമാണ്. എന്നാൽ ഞാനോ കേവലം ഒരു ശിശു, ഒരു വിദ്യാർത്ഥി, അല്ലാതെ മറ്റൊന്നുമല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടോ അയച്ചതിന്? ഇത് 33-ാമത്തെ ശ്ലോകത്തില് കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഗോപാൽ പ്രഭു തന്നെ വേണം. വ്യാകരണ അധ്യാപകനല്ല എന്ന് പറയുന്നതാണ്. എന്റെ ശിഷ്യന്മാരിൽ വ്യാകരണ ജ്ഞാനത്തിന് മതിപ്പുളവാക്കാൻ എനിക്കോ എന്നെ അവർക്കോ സാധിച്ചിട്ടില്ല. അതാണോ പ്രഭു? അതെ, അതൊരു കൺഫ്യൂസിങ് ആണ്. ഗോപാൽ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നത് ശരി. അല്ല, അത് ഭാവാർത്ഥത്തിൽ എഴുതിയിട്ടില്ലേ? ഗർവിഷ്ഠൻ അതിനു വേണ്ടിയിട്ട് പറഞ്ഞതാ അല്ലെ? അതായത് ഞാൻ താഴ്ന്ന് അദ്ദേഹത്തിന്റെ ഗർവ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതെ. ഓക്കെ, മനസ്സിലായി. അതായത് എന്താ പറയാ, ഭഗവാൻ ഇങ്ങനൊരു നേച്ചർ ഉണ്ടല്ലോ. ഭഗവാൻ ഇങ്ങനൊരു നേച്ചർ ഉണ്ട്. അതായത് ഒരാൾക്ക് അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞാല് അതിനെ വളരാൻ വിടും ഭഗവാൻ. വളർന്ന് ഒരു പീക്ക് എത്തുന്ന സമയത്ത് അപ്പോഴാണ് അടി കൊടുക്കുക. ഒരടി കൊടുത്ത് താഴെ ഇടും. ഇപ്പൊ ഹിരണ്യാക്ഷന്റെ കാര്യത്തിലാണെങ്കിലും ഹിരണ്യകശിപുവിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചിലപ്പോ ഈ ചോദ്യം ഉണ്ടല്ലോ, ഈ നല്ല മനുഷ്യരൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. ഈ ചതിയും വഞ്ചനയും രാഷ്ട്രീയവും ഒക്കെ കളിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു അല്ലേ, അവരെ ആരും പിടികൂടുന്നില്ല, അവര് നിയമത്തിന്റെ കുരുക്കിൽ പെടുന്നില്ല, അവര് ജീവിതം മുഴുവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. നമ്മൾ ചെറിയ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എടുത്ത് പിടിക്കുന്നു അല്ലേ? അപ്പൊ ചിലപ്പോ ഭഗവാൻ ഇങ്ങനെ ചെയ്യും. എന്താണ്, ചില വ്യക്തികൾക്ക് ഒരു ലോങ് റോപ്പ് എന്ന് പറയും, ഒരു നീണ്ട കയറുണ്ട്, മറ്റേ പട്ടത്തിന് നൂല് കെട്ടാറുണ്ടല്ലോ, അതുപോലെ അതിന് നൂല് കെട്ടിയിട്ട് അതിങ്ങനെ ദൂരെ അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ നമ്മൾ ചിലപ്പോ ആ പട്ടം പറത്തുന്ന ആൾ അനുവദിക്കും. പിന്നെ പെട്ടെന്നൊരു വലിയായിരിക്കും താഴോട്ടേക്ക് അല്ലെ എന്ന് പറയുന്നത് പോലെ. ഓക്കെ ആണോ? ഓക്കെ പ്രഭു, ക്ലിയർ. ഹരേ കൃഷ്ണ പ്രഭു, ഹിന്ദിയിലൊരു ചൊല്ലുണ്ടല്ലോ, ദേത്താത്തോ പേട് ഭാർക്കെ ദേത്ത, അങ്ങനെ എന്തോ ഒരു ചൊല്ല് പറയാറുണ്ടല്ലോ അല്ലെ? ഭഗവാനെ തരുമ്പോ അങ്ങോട്ട് അങ്ങേറ്റം കൊടുക്കും. ഹരേ കൃഷ്ണ. അതെ അതെ. വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ശ്ലോകം കൂടി വായിക്കാം. ഈ ഭാഗം കുറച്ച് പെട്ടെന്ന് പോവും. അടുത്ത ചാപ്റ്റർ 17-ാമത്തെ അധ്യായം നല്ല ഡീപ്പാണ്. ഇതിപ്പോ ഒരു കഥ പോലെ നമുക്ക് പോകുന്നുണ്ട് ഇത്. അതെ അതെ. 15 മിനിറ്റ്.
അതെ, കണ്ടിന്യൂ ചെയ്തോളൂ. ശരി, ഓക്കെ. അടുത്ത 4 ശ്ലോകം ആരെങ്കിലും പുസ്തകമുള്ള ഇതുവരെ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് വായിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും? ഇല്ലെങ്കിൽ ആർക്കും വായിക്കാം, പുസ്തകമുള്ള ആർക്കും വായിക്കാം. നേരം കളയണ്ട. കൗസല്യ മാതാജി. പുസ്തകമുള്ളവരും മടിയുള്ളവരും ആദ്യം വായിക്കണം. കൗസല്യ മാതാജി വായിക്കുന്നുണ്ടോ? അല്ലേ 35 മുതൽ 35 മുതൽ. ഹരേ കൃഷ്ണ. 4 ശ്ലോകം വായിച്ചു. ത്വമാരാ കവിത്വാകിച്ചു ശുനീദേഹയ മന കൃപാകരീകരായതി ഗംഗാരവർണ്ണന. വിവർത്തനം. അതുകൊണ്ട് കവിതാരചനയിലുള്ള അങ്ങയുടെ സാമർഥ്യം കേട്ടറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവുണ്ടായി അങ്ങ് ഗംഗാമാതാവിന്റെ മഹത്വം വർണ്ണിക്കുന്ന പക്ഷം ഞങ്ങൾക്കത് ശ്രവിക്കാൻ കഴിയുമായിരുന്നു. ശ്ലോകം 36. ചുനീയ ബ്രാഹ്മണ ഗർഭേ വർണ്ണിതേ ലാഗില ഘടീയേ കേശദാ ശ്ലോക ഗംഗാരവർണ്ണില. വിവർത്തനം. ഇത് കേട്ട ബ്രാഹ്മണൻ കേശവകാശ്മീരി കൂടുതൽ ഗർവം കൊള്ളുകയും ഒരു മണിക്കൂറിനുള്ളിൽ ഗംഗയെ സ്തുതിക്കുന്ന 100 ശ്ലോകങ്ങൾ രചിക്കുകയും ചെയ്തു. ശ്ലോകം 37. ശുനീയ കരീല പ്രഭു ബഹുദ സത്കാര തോമസമ പൃഥിവീതേ കവിനാഹി ആരാം. വിവർത്തനം. ഭൂമിയിൽ അങ്ങയേക്കാൾ മഹാനായ ഒരു കവിയില്ല എന്ന് പറഞ്ഞ് മഹാപ്രഭു അദ്ദേഹത്തെ പ്രശംസിച്ചു. ശ്ലോകം 38. തോമാരാ കവിത ശ്ലോക ഭുജിതേ കാരാശക്തി തുമി ബാലജാന അർത്ഥ കിം വാ സരസ്വതി. വിവർത്തനം. അങ്ങയുടെ കവിത ഗ്രഹിക്കാൻ അത്രമേൽ പ്രയാസമുള്ളതാകയാൽ അങ്ങേക്കും വിദ്യാദേവതയായ സരസ്വതി ദേവിക്കുമല്ലാതെ മറ്റാർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഭാവാർത്ഥം. കേശവ കാശ്മീരിക്ക് പരിഹാസാത്മകമായ മറുപടി നൽകിക്കൊണ്ട് മഹാപ്രഭു, അതെ, നിങ്ങളുടെ രചനകൾ വളരെ മഹത്തരമായതിനാൽ നിങ്ങൾക്കും നിങ്ങൾ ആരാധിക്കുന്ന വിദ്യാദേവതയ്ക്കുമല്ലാതെ മറ്റാർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കവിതയുടെ മൂല്യം പരോക്ഷമായി കുറയ്ക്കുകയായിരുന്നു. കേശവകാശ്മീരി സരസ്വതി ദേവിയുടെ പ്രിയ ഭക്തനായിരുന്നു. പക്ഷേ വിദ്യാദേവതയുടെ യജമാനനെന്ന നിലയ്ക്ക് ചൈതന്യ മഹാപ്രഭുവിന് ദേവിയുടെ ഭക്തന്മാരോട് പരിഹാസപൂർവം സംസാരിക്കാൻ അവകാശമുണ്ട്. കേശവകാശ്മീരി വിദ്യാദേവതയാൽ അനുഗ്രഹിക്കപ്പെട്ടതിൽ വളരെ അഹങ്കരിച്ചിരുന്നുവെങ്കിലും ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനായതിനാൽ വിദ്യാദേവതയെ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണെന്ന് കേശവകാശ്മീരിക്ക് അറിയില്ലായിരുന്നു. ശ്ലോകം 39. ഏകശ്ലോകേര അർത്ഥം യതികര നിജമുഖേ ശുനി സഭാലോകാതപേ പായിബെഡസുഖേ. വിവർത്തനം. പക്ഷേ ഭഗവാൻ ഏതെങ്കിലും ഒരു ശ്ലോകത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്ന പക്ഷം ഞങ്ങൾക്കത് അങ്ങയുടെ മുഖത്തു നിന്ന് ശ്രവിക്കാനും അതുമൂലം നന്നെ സന്തോഷിക്കാനും സാധിക്കും. ശ്ലോകം 40. തപേ ദിഗ്വിജയി വ്യാഖ്യാര ശ്ലോക പുച്ചീല ശതശ്ലോകേരായേക ശ്ലോക പ്രഭുത പട്ടീല. വിവർത്തനം. ഏത് ശ്ലോകത്തിന്റെ വിശദീകരണമാണ് വേണ്ടതെന്ന് അദ്ദേഹത്തോട് ദിഗ്വിജയി ചോദിച്ചു. മഹാപ്രഭു അപ്പോൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ 100 ശ്ലോകങ്ങളിൽ ഒന്ന് ചൊല്ലി. ശ്ലോകം 41. മഹത്വം ഗംഗായ സദാമിതമാഭാതി നിതരാം യഥേഷാ ശ്രീവിഷ്ണോശ്ചരണ കമലോൽപത്തി സുഭഗ ദ്വിതീയ ശ്രീലക്ഷ്മീരിവ സുരനൈരർച്ചരണ ഭവാനി ഭർത്തുര്യ ചിരസി വിഭവത്യത്ഭുത ഗുണ. വിവർത്തനം. ഗംഗയുടെ മഹത്വം സദാ അത്യുജ്വലമായി നിലകൊള്ളുന്നു.
അവൾ ഏറ്റവും സൗഭാഗ്യവതിയാണ്. കാരണം അവൾ ഭഗവാൻ വിഷ്ണുവിന്റെ പാദകമലങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു. അവൾ ഒരു രണ്ടാം ഐശ്വര്യദേവതയാണ്. ആയതിനാൽ സദാ ദേവന്മാരാലും മർത്യരാലും ആരാധിക്കപ്പെടുന്നു. എല്ലാ അത്ഭുത ഗുണങ്ങളുമുള്ള അവൾ പരമശിവന്റെ ശിരസിൽ വിളങ്ങുന്നു. ഹരേ കൃഷ്ണ മാം. ഹരേ കൃഷ്ണ. കൃഷ്ണ. നമുക്ക് വേറെ എന്തെങ്കിലും ഇതില് ഇപ്പൊ വായിച്ചതിൽ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനി സമയവും ആയി തുടങ്ങി. നമുക്കൊരു ഇത് വായിച്ചു നിർത്താം. ആർക്കും ഒന്നും പറയാൻ ഇല്ലല്ലോ? അല്ലെങ്കിൽ അടുത്ത ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഗോപുവിന്റെ മാതാജി എന്തെങ്കിലും പറയണ്ടോ? വായിക്കാം. എന്നാ അടുത്ത ഒരു 2-3 ശ്ലോകം വായിച്ച് നമുക്ക് 2 ശ്ലോകം വായിച്ച് നിർത്താം. എനിക്ക് ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. യേയി ശ്ലോകേര അർത്ഥാകര പ്രഭു യതി ബൈല വിസ്മിത ഹയ ദ്വിജയി പ്രഭുരെ പുച്ചില. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം വിശദീകരിക്കാൻ മഹാപ്രഭു ആവശ്യപ്പെട്ടപ്പോൾ ദിഗ്ജയ് അത്ഭുതപ്പെടുകയും മഹാപ്രഭുവിനോട് ഇപ്രകാരം ആരായുകയും ചെയ്തു. ശ്ലോകം 43. തൽസാവതപ്രായ ആമി ശ്ലോക പഠില താര മധ്യേ ശ്ലോക തുമി കൈച്ചേ കണ്ഠേ കൈല. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. എല്ലാ ശ്ലോകങ്ങളും ഞാൻ ചൊല്ലിയത് വീശിയടിക്കുന്ന കാറ്റിന്റെ വേഗത്തിലാണ്. ആ ശ്ലോകത്തിൽ നിന്ന് ഒന്നുപോലും പൂർണ്ണമായി ഹൃദയസ്ഥമാക്കുവാൻ അങ്ങേക്ക് എങ്ങനെ സാധിച്ചു? ശ്ലോകം 47. പ്രഭു കഹേ ദേവേര വരെ തുമി കവി വര ഐച്ചേ ദേവേര വരെ കേഹോ ഹയ ശ്രുതി ധര. വിവർത്തനാനുഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. മഹാപ്രഭു പ്രതിവചിച്ചു, ദൈവാനുഗ്രഹത്താൽ ഒരുവൻ ഒരു മഹാകവി ആയി തീർന്നേക്കാം. അതുപോലെ അവിടുത്തെ കൃപയാൽ ഒരുവൻ കേട്ടതെന്തും തൽക്ഷണം സ്മരിക്കാൻ കഴിയുന്ന ഒരു ശ്രുതിധരനുമായേക്കാം. ഭാവാർത്ഥം. ഇവിടെ ശ്രുതിധരൻ എന്ന പദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ശ്രുതിക്ക് കേൾവി എന്നും ധരന് ഗ്രഹിക്കാൻ കഴിയുന്നവൻ എന്നുമാണ് സാരം. മുൻകാലങ്ങളിൽ കലിയുഗത്തിന്റെ ആരംഭത്തിനു മുമ്പ് ഏറെക്കുറെ എല്ലാവരും, പ്രത്യേകിച്ചും ബ്രാഹ്മണർ, ശ്രുതിധരന്മാരായിരുന്നു. ഒരു ശിഷ്യൻ ഗുരുവിൽ നിന്നും എന്തെങ്കിലും ഒരു വേദജ്ഞാനം ശ്രവിച്ചാൽ അവന് എന്നേക്കും ഓർക്കുമായിരുന്നു. ഗ്രന്ഥങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതിനാൽ അക്കാലങ്ങളിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നില്ല. ആധ്യാത്മിക ഗുരു ശിഷ്യന്മാർക്ക് വേദമന്ത്രങ്ങൾ ചൊല്ലി അവയുടെ വിശദീകരണങ്ങൾ നൽകുകയും ശിഷ്യന്മാർ ഗ്രന്ഥസഹായം കൂടാതെ അവ എന്നേക്കുമായി ഓർക്കുകയുമായിരുന്നു രീതി. ശ്രവണത്തിലൂടെ മാത്രം സ്മരിച്ച് ശ്രുതിധരനാകാൻ കഴിയുന്നത് ഒരു ശിഷ്യനെ സംബന്ധിച്ച് മഹത്തായ നേട്ടമാണ്. ഭഗവത്ഗീതയിൽ 10:41 ഭഗവാൻ പറയുന്നു, യദ്ദത് വിഭൂതി മത്സത്വം ശ്രീമത് ഊർജിതം ഏവവ തത്തത് ഏവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. ഐശ്വര്യപൂർണവും സുന്ദരവും മഹത്തരവുമായ എല്ലാ സൃഷ്ടികളും എന്റെ തേജസ്സിന്റെ ഒരു സ്ഫുല്ലിംഗം മാത്രമാണെന്ന് അറിയുക. നാം അനിരത സാധാരണമായ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത്തരം അസാധാരണ ആവിഷ്കാരം പരമദിവ്യോത്തമ പുരുഷന്റെ സവിശേഷ ഐശ്വര്യമാണെന്ന് മനസ്സിലാക്കണം. അതിനാൽ ദിഗ്വിജയിയായ കേശവ കാശ്മീരി സരസ്വതി ദേവിയുടെ ഒരു പ്രിയ ഭക്തനായിരുന്നതിനാൽ അഭിമാനിക്കുന്നത് പോലെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട മറ്റാർക്കെങ്കിലുമോ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് തന്നെയുമോ ഒരു ശ്രുതിധരൻ ആകാനും എന്തും ശ്രവണത്തിലൂടെ മാത്രം ഹൃദയസ്ഥമാക്കുവാനും എന്നേക്കും ഓർമ്മിക്കുവാനും കഴിയുമെന്ന് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ദിഗ്വിജയി കേശവ കാശ്മീരിക്ക് മറുപടി നൽകി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമുക്ക് ഇവിടെ നിർത്തിയാലോ? ഓക്കെ ബ്രോ. അല്ലേ? 45 നമുക്ക് അടുത്ത ആഴ്ച തിങ്കളാഴ്ച തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇന്നുൾപ്പെടെ കഴിഞ്ഞൊരു 2-3 ദിവസം ഓരോ
തിരക്കുകൾ ഉണ്ടായിരുന്നു, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോ മേ ബി കഴിഞ്ഞ 3-4 ദിവസത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് നമുക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒന്ന് ബാക്ക് അടിച്ച് ചില പോയിന്റ്സ് ഒക്കെ ഒന്ന് ചർച്ച ചെയ്യാം, എന്നിട്ട് മുന്നോട്ട് പോകാം. അതെ, നല്ല, അതെ, അതായിരിക്കും. ഓക്കെ ബ്രോ, ശരി. ഹരേ കൃഷ്ണ. താങ്ക് യു ബ്രോ. ഹരേ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव भक्त वृंद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, जय गुरु प्रेमानंद।